മെയിൻ്റനൻസ് വലിയ സീനൊന്നുമില്ല. മൾട്ടിജെറ്റ് പൊതുവേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിറ്റുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പോൾ മിററിൻ്റെ കവർ അതല്ലെങ്കിൽ ഫോൾസ് ക്രാങ്ക് നടക്കില്ല എന്നുള്ള ഒരു ഗുണമുണ്ടെന്നുള്ളതാണ്. കറക്റ്റ് സമയത്ത് ടൈമിംഗ് ചെയ്യാൻ മാറ്റില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടുമെന്നുള്ളതാണ്. അന്ന് ഇന്ത്യക്ക് വിശ്വ നിൽക്കുമായിരുന്നു എന്നോടോ ബാലെന്ന് പറഞ്ഞിട്ട്. കാരണം ഇന്ത്യയിൽ 5 കമ്പനികൾ ഈ എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം, ഇത് ഫിയറ്റ് ഗ്രാൻഡ് പുണ്ടോ ആണ്. 2009 ഇന്ത്യയിലെത്തിയ ഫിയറ്റിൻ്റെ പുണ്ടോ. അപ്പോൾ ശരിക്കും നിങ്ങൾക്കറിയോ, ഫിയറ്റ് യുനോയുടെ പിൻഗാമി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സക്സസർ എന്ന നിലയ്ക്കാണ് ഈ ഒരു പുണ്ടോ വരുന്നത്. ഇതല്ല, ഇത് 3ാം ജനറേഷനാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കിട്ടിയത് 3ാം ജനറേഷൻ ആണെന്ന് പറയാം. പുണ്ടോ എന്ന് പറയുന്നത് ലിനിയയാണ് ആദ്യം ഇന്ത്യയിൽ വന്നത്. അവിടെ അതിന് ശേഷമാണ് പുണ്ടോ വരുന്നത്. അപ്പോൾ ലിനിയയുടെ പ്ലാറ്റ്ഫോമിൽ വന്ന ഈ ഒരു പുണ്ടോ എന്ന് പറയുമ്പോൾ ഈ പുണ്ടോയ്ക്ക് ഒരു ജർമ്മൻ കണക്ഷൻ ഉണ്ട്. 2000 GM അല്ലെങ്കിൽ ആ ഒരു ഫിയറ്റ് കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള SCCS പ്ലാറ്റ്ഫോമാണത്. 2005 അണിയിൽപ്പെട്ട ഈ പ്ലാറ്റ്ഫോം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഫിയറ്റിൻ്റെ ഗ്രാൻഡ് പുണ്ടോയിലാണ്. പിന്നീട് കുറച്ച് ഓപ്പൽ മോഡലുകളിലും ഇപ്പോൾ കോഴ്സ പോലുള്ള മോഡലുകളിലും ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യപ്പെട്ടിരുന്നു. ഓരോരുത്തർ യൂറോപ്പിനാണ് വണ്ടി എന്നുള്ളതാണ്. വണ്ടിയേക്കാൾ കൂടുതൽ വണ്ടിയുടെ എഞ്ചിൻ അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നിലയ്ക്കാണ് ഫിയറ്റ് പുണ്ടോയുടെ ആ ഒരു ഖ്യാതി എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ഇന്ത്യയുടെ നാഷണൽ എഞ്ചിൻ എന്ന് വിളിക്കുന്ന 1.3 മൾട്ടിജെറ്റാണ് ഈ ഒരു പുണ്ടോ ഉള്ളത്. ഇത് പുണ്ടോയുടെ ടോപ്പ് എൻഡാണ്. അന്ന് 3,99,000 രൂപയിൽ ആ ഒരു പെട്രോൾ മോഡലും 464 ഡീസൽ മോഡലും സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വണ്ടി ഇന്ന് എനിക്ക് തോന്നുന്നു യൂസ്ഡ് മാർക്കറ്റിൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ നല്ല വണ്ടികളായിട്ട് കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ആ ഒരു റിലവൻസ്. അപ്പോൾ ഈ വണ്ടി ടോപ്പനാണെന്ന് ഞാൻ പറഞ്ഞു. ഈ വണ്ടി ടോപ്പനാണെന്ന് പറയുമ്പോൾ ഇത് ഡീസൽ കൂടിയാണ്. അതിന് മുന്നേ ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിനെ കുറിച്ച് പറയണം. 1.2, 1.4, 1.3 എന്നീ 3 എഞ്ചിനുകൾ. 1.2 പെട്രോൾ ആയിരുന്നു, 1.4 പെട്രോൾ ആയിരുന്നു, 1.3 ഡീസലായിരുന്നു. പുണ്ടോയിൽ ആ ഒരു പാലിയോയിൽ കണ്ട 1.6 വന്നില്ല. ഫ്യൂൽ എഫിഷ്യൻസിയുടെ കുറവുണ്ടോ എനിക്ക് തോന്നുന്നു ആളുകൾ അങ്ങനെ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്ന് ഫിയറ്റ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ആ ഒരു എഞ്ചിൻ അവർ പുണ്ടോയ്ക്ക് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലിയോയിലൊക്കെ കണ്ട 1.6 ആ ഹൂ ടു ഡ്രൈവ് എന്ന് പറയുന്ന എന്തൂസിയാസ്റ്റിക് ചോയ്സ് ആയിട്ടുള്ള ആ എഞ്ചിൻ നമുക്ക് പുണ്ടോയിൽ കിട്ടുന്നുണ്ടായിട്ടില്ല. പകരം 2014 ലിവോ ആയിട്ട് ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം അബാർത്ത് പുണ്ടോ വന്നു. അബാർത്ത് പുണ്ടോ കുറച്ചുകൂടി പവർഫുൾ ആയിരുന്നു, ടർബോ പെട്രോൾ ആയിരുന്നു. അതിനെക്കുറിച്ച് ഓൾട്ട് ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മൾട്ടിജെറ്റ് എഞ്ചിനാണ്. ആ ഒരു മൾട്ടിജെറ്റ് എഞ്ചിൻ ഇന്ത്യയുടെ നാഷണൽ എഞ്ചിൻ എന്ന് പേര് കേട്ട ഒരു എഞ്ചിനാണ്. അങ്ങനെ പറയുമ്പോൾ ഇന്ത്യയിൽ 5 കമ്പനികൾ ഈ എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ട്. 5 കമ്പനികൾ എന്ന് പറയുന്നത് പ്രീമിയർ എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. ആ കമ്പനിക്ക് റെയോ എന്ന് പറയുന്ന വണ്ടി ഉണ്ടായിരുന്നു. അവർ CRDI 4 എന്ന് വിളിച്ചിട്ട് ഈ ഒരു എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാരുതി തങ്ങളുടെ വണ്ടികൾക്ക് DDIS എന്നായിരുന്നു ആ ഒരു എഞ്ചിന് പേരിട്ടത്. അതും മൾട്ടിജെറ്റായിരുന്നു. ടാറ്റ മോട്ടോഴ്സിൻ്റെ കോട്ര ജെറ്റ് അതും മൾട്ടിജെറ്റാണ്. അതുപോലെ ഷെവർലെയുടെ സ്മാർട്ട് ടെക്, ഇപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്, എൻജോയ് പോലുള്ള വണ്ടികളിലൊക്കെ നമുക്ക് കണ്ട ആ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്ന എഞ്ചിനും ശരിക്കും മൾട്ടിജെറ്റായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വന്ന കാറുകളെ കൂടുതൽ എഞ്ചിനുള്ള ഒരു എഞ്ചിൻ എന്ന നിലയ്ക്കാണ് മൾട്ടിജെറ്റിനെ കാണാം. വണ്ടികളുടെ എണ്ണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പറിൽ വണ്ടികളെ തോൽപ്പിച്ചുകൊണ്ട് എഞ്ചിൻ മുന്നിട്ട് നിൽക്കും. ഞാനാണ് കേമൻ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ ഒരു എഞ്ചിൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 75 PS ഉള്ള മൾട്ടിജെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. അതായത് ഈ ഒരു വണ്ടിയുടെ പർട്ടിക്കുലറായിട്ട് കാര്യങ്ങൾ പറയാം. ആദ്യം നമുക്ക് രൂപത്തിൽ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെറിയ മസരാട്ടി എന്നുള്ള നിലയ്ക്കായിരുന്നു. കാഴ്ചയിൽ കൗതുകമുണ്ട്. കാരണം റിറ്റ്സ് അല്ലെങ്കിൽ സ്വിഫ്റ്റ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ മാരുതിയുടെ ഒരു കമ്പനി തന്നെ വ്യത്യസ്തമായിട്ട് 2 വണ്ടികളായിരുന്നു. റിറ്റ്സും സ്വിഫ്റ്റും തമ്മിൽ യാതൊരുവിധ സാമ്യങ്ങളും കാഴ്ച കാണാൻ പറ്റില്ല. അതിനിടയിലേക്ക് ഒരു ഇത്തിരി സെക്സി ആയിട്ട് ഒരു ഇത്തിരി ഓക്കെ കൊള്ളാവുന്നൊരു വണ്ടി എന്ന നിലയ്ക്കാണ് ഈ ഒരു പുണ്ടോ വന്നത്. ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പുകളും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഡിസൈനും തീർത്തും ഒരു ഭംഗിയുള്ള അല്ലെങ്കിൽ കൗതുകമുള്ള രൂപത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2009 പുണ്ടോ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം രൂപ ബ്രാക്കറ്റിൽ ഇന്ന് വരുന്ന വണ്ടികൾ കാണാത്ത പല ഫീച്ചേഴ്സും ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡ്യുവൽ എയർ ബാഗ് ഉണ്ടായിരുന്നു. അന്ന് ഡ്യുവൽ എയർ ബാഗൊക്കെ ശരിക്കും പറഞ്ഞാൽ ലക്ഷറിയാണ്. കൂടാതെ ക്ലൈമട്രോണിക് AC ഉണ്ടായിരുന്നു, സ്റ്റീരിയോ വിത്ത് USB ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് കൊണ്ടാണ് വണ്ടി വന്നത്. ഇതിൻ്റെ വശങ്ങളിൽ ആ ഒരു വലിയ 15 ഇഞ്ച് വീലും ആ ഒരു അലോയിൽ ഡിസൈനൊക്കെ മനോഹരമായിട്ട് തോന്നും. കൂടാതെ ബോർഡർ ലൈനുകൾ അല്ലെങ്കിൽ വിൻഡോയുടെ ആ ഷേപ്പൊക്കെ തന്നെ തീർത്തും ഒരു ഇറ്റാലിയൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന വിധത്തിലാണ്. പിന്നെ മിററിനൊരു ഫിയറ്റ് 500 മിററിൻ്റെ ചായ ഉണ്ട്. ടാറ്റ മോട്ടോഴ്സുമായിട്ട് തോളുരുമയായിരുന്നല്ലോ ഫിയറ്റ് വിറ്റുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വരുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു വെയിറ്റ് കൂടിയ വണ്ടികളിലെ തുടക്കം എന്ന് പറയുന്നത് ഫിയറ്റിൽ നിന്നാണെന്ന് പറയാം. അതായത് ഈ ഒരു വണ്ടിയുടെ ഡോറ് പണ്ട് ഫോക്സ് വാഗണൊക്കെ ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിൽ കയറ്റി നിന്നിട്ടൊക്കെ എക്സിക്യൂട്ടീവ്സ് ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് 3 സ്റ്റെപ്പുകളായിട്ട് ആ ഒരു നിൽക്കുകയും താറ്റ് സൗണ്ടിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ ആ ഒരു കനം എന്ന് പറയുന്നത് നമുക്ക് തീർത്തും ഫീൽ ചെയ്യുന്നതാണ്. ബിൽറ്റ് ലൈക്ക് ടാങ്ക് എന്നൊക്കെ പറയുന്ന നിലയ്ക്കായിരുന്നു പുണ്ടോയുടെ കാര്യം. പക്ഷേ എർഗണോമിക്കലി ഒരു ഇത്തിരി പ്രശ്നങ്ങൾ ഈ വണ്ടിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഗിയർ മാറുമ്പോൾ അതായത് പാസഞ്ചറിൻ്റെ നീലൂടെ ആ ഒരു ഗിയറിൽ ഒരു മുട്ടുക എന്നുള്ളതും വെൽ എന്ന് പറയുന്നത് അതായത് ആ ഒരു ഫുട് വെൽ എന്ന് പറയുന്നത് തീർത്തും ക്രാമ്പ്ഡ് ആണെന്നുള്ളതുമുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പുണ്ടോയ്ക്ക് കണ്ടിട്ടുണ്ട്. ബാക്ക് സീറ്റിൽ 3 പേർക്ക് ഇരിക്കാമെങ്കിലും
അന്ന് ഇന്ത്യക്ക് വിസ്റ്റ നിൽക്കുമായിരുന്നു എന്നോടോ ബാലെന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് 5 സീറ്റാണെന്ന് പറയുമ്പോൾ വിസ്റ്റ എത്ര സീറ്ററാണ്? സ്പേസിൻ്റെ കാര്യത്തിൽ വിസ്റ്റയായിരുന്നു വിൻ ചെയ്തെന്ന് പറയാം. തീർത്തും ഉരുണ്ടിരിക്കുന്ന രൂപമുള്ള പുണ്ടോയുടെ മനോഹരമായ ഒരു വശമെന്ന് പറയുന്നത് പിൻവശമാണ്. ഇപ്പോൾ ഈ റെഡ് ഫിയറ്റ് ലോഗോയും വളരെ ചെറിയ ആ ഒരു പുണ്ടോയുടെയും കൂടാതെ ആ ഒരു ഇമോഷൻ എന്നുള്ള വേരിയൻറ്റ് ബാഡ്ജിങ്ങും ഒക്കെ അല്ലാണ്ട് ഒരുപാട് അലഭാരങ്ങളില്ലാത്ത ഒരു പിൻവശമാണ്. ഇപ്പോൾ പിൻ വൈപ്പർ അല്ലെങ്കിൽ ഡിഫോർ പോലുള്ള കാര്യങ്ങൾ ടോപ്പ് എൻഡിലുണ്ടായിരുന്നു. അതും ആ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു വലിയ കാര്യമായിട്ട് കാണുന്ന കാര്യമാണ്. പുണ്ടോയുടെ പ്രത്യേകതകളായിട്ട് ഈ ഒരു വൈപ്പർ ബ്ലേഡിൻ്റെ ഷേപ്പും സ്പ്രേയും ഒക്കെ പറയാമെങ്കിലും എഞ്ചിനാണ് അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും ഇന്ത്യയിലെ കാര്യം എടുത്താൽ മൾട്ടിജെറ്റ് നാഷണൽ എഞ്ചിനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് തീർത്തും ഖ്യാതി കേട്ട ഒരു എഞ്ചിൻ തന്നെയായിരുന്നു മൾട്ടിജെറ്റ് എന്നുള്ളതാണ്. മൾട്ടിജെറ്റും മൾട്ടിജെറ്റ് 2 2005 ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആ ഒരു പ്രസ്റ്റീജിയസ് ഇൻ്റർനാഷണൽ എഞ്ചിൻ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള എഞ്ചിനാണിത്. ഈ ഒരു എഞ്ചിൻ്റെ ആ ഒരു വകഭേദങ്ങൾ എന്ന് പറയുന്നത് 70 HP, 75 HP, 90 HP ആയിരുന്നെങ്കിൽ മൾട്ടിജെറ്റ് 2 95 HP, 105 HP ആയിരുന്നു. ആ ഒരു എഞ്ചിൻ്റെ ചില സാമ്യതകൾ ജീപ്പ് കോമ്പസിലും കാണാമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു എഞ്ചിന് ആ ഒരു ഖ്യാതിയൊക്കെ കിട്ടാനുള്ള അത്രയും ക്യാപ്പബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് വേറെ കാര്യം. അതായത് കിലോമീറ്റർ കണക്ക് ഓടുന്ന ഒരു എഞ്ചിന് എനിക്ക് തോന്നുന്നു മാരുതി സുസുക്കിയിലും അല്ലെങ്കിൽ ഫിയറ്റിലൊക്കെ കാണുന്ന കാര്യം കറക്റ്റ് സമയത്ത് ടൈമിങ് ചെയ്യാൻ മാറ്റില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടുമെന്നുള്ളതാണ്. ഫിയറ്റ് പുണ്ടോ ഒരു വെൽ പാക്ക്ഡ് കാറായിട്ടാണ് ഇറങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ. ലെതർ റാപ്പ് ചെയ്ത സ്റ്റിയറിംഗ് വീല്, ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, കൂടാതെ ഈ ഗിയർ ലിവറിൻ്റെ ലെതർ റാപ്പിംഗ്, അത് മാത്രമല്ലാണ്ട് നല്ല വലിയ MID, ക്ലൈമട്രോണിക് AC, CD ചേഞ്ചറുള്ള ആ ഒരു സിസ്റ്റം, അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു. എല്ലാം എടുത്തെടുത്ത് പറഞ്ഞു പോകേണ്ട കാര്യമില്ല, കാരണം പഴയ വണ്ടിയാണല്ലോ. ഈ സീറ്റ് ഫാബ്രിക് സീറ്റാണ്, ഇരിക്കാൻ നല്ല സുഖമുള്ള സീറ്റായിരുന്നു. പക്ഷേ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും സീറ്റിൻ്റെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ഫീച്ചേഴ്സായിട്ട് പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല ഹെഡ് റൂം, അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള ഈ ഒരു വണ്ടിക്കകത്ത് ഇരിക്കാൻ നല്ല സുഖമായിരുന്നു. നല്ല ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് പിടിക്കുന്ന സ്റ്റിയറിംഗ് ആണ്. ഞാൻ പറഞ്ഞ ആ ഒരു എർഗണോമിക്കിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഗിയർ ലിവർ കുറച്ച് റബ്ബറാണ്. അപ്പോൾ അത് എടുക്കുമ്പോഴേ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുടെ കാലിൽ തട്ടുമെന്നുള്ള ഒരിത്തിരി ക്രാമ്പഡാണ് ഈ ഏരിയ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫുഡ് വെല്ലിന് നമുക്ക് ജീപ്പ് ആ ഒരു കമ്പനിയുടെ വണ്ടികൾ കാണുന്ന പോലെ തന്നെയാണ്. ഇടതുകാലം വെക്കാൻ ഡെഡ് പെഡലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വെക്കാൻ പറ്റില്ല, ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഡാഷ്ബോർഡ് കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ഡാഷ്ബോർഡായിരുന്നു. ഇവിടെ ആ ഒരു സ്റ്റീരിയോയുടെ ആ ഒരു ഭാഗമൊക്കെ തന്നെയും തീർത്തും ആ ഒരു സിൽവർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുള്ള മോഡ് ബട്ടൺ വിൻഡോ, ആ ഒരു വിൻഡോയുടെ ഐക്കണാണ്, അതൊരു കൗതുകം. കൂടാതെ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ശരിക്കും ട്യൂണർ എന്ന് പറയുന്ന പഴയ കാലത്തെ ഡിസ്പ്ലേ, അതൊരു കൗതുകമാണ്. ഫുൾ ഓട്ടോ എന്നുള്ളതും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കാണുന്നുണ്ട്. ഇനി താഴെ നമുക്ക് ആ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസേ ഉള്ളൂ. ഫാൻ സ്പീഡ് കൂടുന്ന ഈ ഒരു ബട്ടണും ഒരു കൗതുകം ബട്ടണെ പറയാം. തീർത്തും സോഫ്റ്റ് ടച്ചാണ് ബട്ടൺസൊക്കെ. ഇതിനകത്ത് ആ ഒരു ബ്ലൂ ആൻഡ് മീ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇറങ്ങുമ്പോൾ തന്നെ. എനിക്കിപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത് മീറ്റർ ക്ലസ്റ്ററാണ്. MIDയിലൂടെ നമ്മൾ ടോഗിൾ ചെയ്ത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാമെന്നുള്ളതാണ്. അത് തീർത്തും റീഡബിളുമാണ് ആ പഴയ ഫോണൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ടാണ്, നമുക്ക് കീ തിരിച്ചാലും കാര്യമായിട്ടും സംഭവിക്കില്ല. ഇവിടെ കീ തിരിക്കാൻ സമ്മതിക്കാത്ത ആ ഒരു മെക്കാനിസം ഉണ്ട്. അതായത് ഫോൾസ് ക്രാങ്ക് നടക്കില്ല എന്നുള്ള ഒരു ഗുണമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മെനു അല്ലെങ്കിൽ പ്ലസ് മൈനസ് ബട്ടൺസ് എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടെ ടോഗിൾ ചെയ്യാനായിട്ട് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ സ്റ്റാക്കിൻ്റെ അറ്റത്തുള്ള ഈ ഒരു ചെറിയ ബട്ടൺ, ഒന്നെന്ന് പറയുന്നത് ഈ മെനു എന്നുള്ള ആ ഒരു ബട്ടൺ. ഇവിടെ പ്ലസ് എന്നുള്ള ആ ഒരു ബട്ടണൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിനകത്തൂടെയൊക്കെ നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റും. സീറ്റിൻ്റെ മുകളിലും ആ ഒരു പുണ്ടോടെ ലോഗോ ഉള്ളത് ഒരു കൗതുകമല്ലേ. ഈ ലൈറ്റുകൾക്ക് ഒരു കൗതുകമുണ്ട്, കണ്ടാൽ അത് ലൈറ്റാന്ന് തോന്നില്ല, കത്തും പക്ഷേ ആ ഒരു ലൈറ്റാന്ന് മനസ്സിലാവും. കണ്ടോ, ഇത് ശരിക്കും USB ചാർജിങ് സോക്കറ്റ് അല്ല, പകരം സിഗരറ്റ് ലൈറ്ററാണ്. കണ്ടോ, സിഗരറ്റ് ലൈറ്ററൊക്കെ അന്നത്തെ കാലത്തെ വണ്ടികളുണ്ടായിരുന്നു. ഇനി എനിക്ക് കൗതുകം തോന്നിയ കാര്യം എന്ന് പറയുന്നത് പുണ്ടോ എന്ന് ബാഡ്ജിങ് ഉള്ള ഒരു മാറ്റും ഈ ഫ്യുവൽ ലിഡ് അല്ലെങ്കിൽ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ലിവറുകളാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഇത്തിരി അറ്റൻഷൻ ഡീറ്റെയിൽ എന്ന് പറയാം. 5 പേർക്ക് ഇരിക്കാമെങ്കിലും ലെഗ് സ്പേസ് ഇൻഡിക്ക വിസ്റ്റയുടെ അത്രയും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. പിന്നെ മിഡിൽ ഹമ്പൊന്നും അത്ര പ്രൊമിനൻ്റ് അല്ല, 4 ഹെഡ് റെസ്റ്റുകളേ ഉള്ളൂ. ഇപ്പോൾ 40% ഉയർന്നു നിൽക്കുന്ന വിധത്തിലായിരുന്നു പവർ വിൻഡോയുടെ അല്ലെങ്കിൽ ഒരു വിൻഡോയുടെ കാര്യം എന്നുള്ളത്. പക്ഷേ അത്യാവശ്യം ഹെഡ് റൂമും അത്യാവശ്യം ലെഗ് റൂമും അത്യാവശ്യം ആ ഒരു സ്പേസും ഉള്ള ഒരു ബാക്ക് സീറ്റ് ആയിരുന്നു പുണ്ടോയുടെ എന്ന് തന്നെ പറയാം. പിന്നെ പുണ്ടോ ഇറങ്ങിയപ്പോൾ കേട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത് ലോഡിംഗ് ലിപ്പിൻ്റെ ആ ഒരു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വെച്ചാൽ എടുത്ത് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നതാണ്. പക്ഷേ ഇന്നത്തെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കാര്യമല്ല. സ്പെയർ വീലൊക്കെ സ്റ്റീൽ വീൽ തന്നെയാണ്. പക്ഷേ 60-40 സ്പ്ലിറ്റുള്ള ഒരു സീറ്റ് കൂടി ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൾട്ടിജെറ്റ് എഞ്ചിൻ്റെ കേമത്തെ തീരുന്നില്ല. വണ്ടി ഓടിക്കുക. മാരുതിയുടെ സ്വിഫ്റ്റ്, അതല്ലെങ്കിൽ റിറ്റ്സ്, അങ്ങനെയുള്ള വണ്ടികളൊക്കെ അരങ്ങ് വാഴുന്നിടത്തേക്കാണ് ഫിയറ്റ് പുണ്ടോ മസറാട്ടിയുടെ മിനി രൂപമായിട്ട് വരുന്നത്. ശരിക്കും ലിനിയ വന്നതിന് ശേഷമാണ് പുണ്ടോ വരുന്നത്. പുണ്ടോ വന്നപ്പോൾ മൾട്ടിജെറ്റ് എഞ്ചിൻ ഉണ്ട് എന്നുള്ളതല്ലായിരുന്നു അട്രാക്ഷൻ. കാരണം ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ റിറ്റ്സിലുണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിനേക്കാൾ ഉപരി ഈ വണ്ടിയുടെ ആ ഒരു രൂപത്തിൻ്റെ ആ ഒരു കാര്യവും ഒരിത്തിരി കൂടി സെക്സി ആയിട്ടുള്ള ഒരു കാർ എന്ന നിലയ്ക്കാണ് ആളുകൾ തന്നെ കണ്ടത്. ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, എർഗണോമിക്കലി ഒരിത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഇരിക്കുന്ന ഒരു സീറ്റിൻ്റെ
ആ ഒരു കാര്യം, അതുപോലെ സ്റ്റിയറിംഗ് ഒരു ഇത്തിരി ഉയരത്താണെന്നുള്ളതും, ഇപ്പോൾ കാല് ആ ഒരു ഫുട് വെല്ലിൽ തീർത്തും സുഖമായിട്ട് വെക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതും, ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഗിയർ ഇത്തിരി റബ്ബറി ഫീലാണ്, അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പാസഞ്ചർ ലെഗിൽ തട്ടുന്നു എന്നുള്ളതും, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു ശരിക്കും ഈ ഒരു വണ്ടിക്ക് എർഗണോമിക്കലി ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അന്ന് ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ വളരെ ചെറിയ വിലയാണ് ഇന്നത്തെ കാറുകളോട് കമ്പയർ ചെയ്യുമ്പോൾ. സ്റ്റിൽ ഇന്നത്തെ കാറുകളുടെ ആ ഒരു വിലയ്ക്കുള്ള വണ്ടിയുടെ ആ ഒരു കമ്പാരിസൺ വെച്ചാൽ ഒരുപാട് ഗുണമുള്ള ഒരു വണ്ടിയാണ് പുണ്ടോ എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 70 PS പവറും, PS എന്നല്ല HP തന്നെ പറയാം, 70 HP മൾട്ടിജെറ്റ് ആയിരുന്നു, 4 സിലിണ്ടർ. അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ അത്യാവശ്യം നല്ല രസമായിരുന്നു. ഈ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് തീർത്തും ഒരു എന്തൂസിയാസ്റ്റിക് ആയിരുന്നു എന്ന് തന്നെ പറയാം. ലൈനൊക്കെ തീർത്തും ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു ഹാൻഡ്ലിങ് മികവ് ഫീൽ ചെയ്യും. ഇപ്പോൾ തിരിവൊക്കെ എടുത്ത് ഓടിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അത്യാവശ്യം സ്പീഡിലൊക്കെ തിരിച്ചു പോകാം എന്നുള്ളതൊക്കെ ശരിക്കും ഡൈനാമിക്കലി സോർട്ടഡ് ആയിട്ടുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു വണ്ടിയെ കാണാവുന്ന കാര്യം. അവിടെയാണ് സ്വിഫ്റ്റിനും റിറ്റ്സിനും അങ്ങനെയുള്ള വണ്ടികൾക്ക് ഒരിത്തിരി ഒരു ഭീഷണി എന്ന വണ്ണം ഈ ഒരു വണ്ടിയെ കാണാൻ പറ്റാം. എന്തൂസിയാസ്റ്റിക്കലി ടെസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി വണ്ടി ഫണ്ണാണ് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരുപാട് വണ്ടികളിൽ ഈ ഒരു എഞ്ചിൻ കണ്ടിട്ടുണ്ട്. മൾട്ടിജെറ്റ് 2-ൻ്റെ ആ ഒരു ക്യൂസൊക്കെ നമുക്ക് ജീപ്പ്, കോമസ് പോലുള്ള വണ്ടികൾ കാണാം. ഫിയറ്റിന് ബ്രാവോ എന്ന് പറഞ്ഞ ഒരു 1.9 മൾട്ടിജെറ്റ് എഞ്ചിനുള്ള ഒരു വണ്ടി കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റിൽ ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സുഖമായി കിടന്ന് ഓടുമെന്നുള്ള ഒരു ഗുണമുള്ള ഒരു കാര്യമാണ്. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണെങ്കിലും സിറ്റി യൂസിന് വലിയ ഒരു ഹെവി ഫീൽ തോന്നില്ല. മാത്രമല്ല നമുക്ക് ആ ഒരു റോട്ടിലെടുത്ത് ഓടിക്കുമ്പോൾ നല്ല ആ ഒരു കാലൊക്കെ കൊടുത്ത് ഓടിക്കുമ്പോൾ നല്ല കൺട്രോളും ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റിയാണ്, ഒരിത്തിരി എന്തൂസിയാസ്റ്റിക് ആണെന്ന് തന്നെ പറയാം. ഹൈ സ്പീഡൊക്കെ തീർത്തും നല്ല സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു പുണ്ടോ എന്നുള്ളതാണ്, ഗ്രാൻഡ് പുണ്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ പ്രധാനമായിട്ടുള്ള ഗുണം ഡ്രൈവബിലിറ്റിയും അതുപോലെ ഈ ഒരു ഹാൻഡ്ലിംഗ് മികവും റൈഡ് ക്വാളിറ്റിയും ഒക്കെ ആയിരുന്നു. ഈ വണ്ടി ഇമോഷൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻ്റ് ഈ ഒരു മോഡൽ ഇറക്കിയപ്പോൾ ഏകദേശം 9 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുണ്ട്. അതായത് ഇറങ്ങിയത് 2009 ഇത് 2011 ലാസ്റ്റ് അല്ലെങ്കിൽ 2010 ലാസ്റ്റ് ആ ഒരു റേഞ്ചുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വില അതായിരുന്നു. ഇപ്പോൾ 9 ലക്ഷം രൂപയ്ക്ക് ഇന്ന് കിട്ടുന്ന വണ്ടികളോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് കാണാം. ഫീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത് തീർത്തും നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള വണ്ടിയായിരുന്നു. പെട്രോൾ 1.4 അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് അല്ലായിരുന്നു, അതായത് മൈലേജ് കുറവായിരുന്നു. പക്ഷേ 1.2 നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണെന്ന് പറയാം. 12-13 കിട്ടുന്ന ഒരു വണ്ടിയായിരുന്നെങ്കിലും ഓടിക്കാൻ തീരെ ഒരു ഫൺ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അതൊരു ഇത്തിരി കൂടി ഒരു ചടച്ച വണ്ടിയായിരുന്നു തന്നെ പറയാം. പക്ഷേ അത് അതർ ഹാൻഡ് ഈ ഒരു മൾട്ടിജെറ്റ് എന്ന് പറയുന്നത് കാല് കൊടുത്താൽ പറന്ന് കയറി പോകുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക്, ടർബോ ലാഗ് തീരെ ഫീൽ ചെയ്യാത്തൊരു വണ്ടി എന്ന നിലയ്ക്ക്. ഞാൻ പറയാം സ്വിഫ്റ്റിൻ്റെ ഒരു അല്ലെങ്കിൽ റിറ്റ്സിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, മൾട്ടിജെറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് ഒരു പർട്ടിക്കുലർ RPM വരെ വണ്ടി വളരെ ഒരു ഇത്തിരി ചതുങ്ങി അല്ലെങ്കിൽ പതുങ്ങി ഓടുകയും പിന്നീട് കാല് കൊടുത്താൽ ആ ഒരു RPM കഴിഞ്ഞാൽ ടർബോ ബൂസ്റ്റ് വരികയും പാഞ്ഞ് കയറി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ പുണ്ടോയ്ക്ക് ടർബോ ലാഗിൻ്റെ ആ ഒരു പ്രശ്നമില്ലായിരുന്നു. അതായത് നമുക്ക് ഓടിക്കുമ്പോൾ ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി വണ്ടിക്കുണ്ട്. ഹൈ സ്പീഡ് ഓടിക്കുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റൈഡ് ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമുണ്ട്. ഇതൊക്കെ തന്നെ ഗുണമാണ്. ഇപ്പോൾ ഈ ഒരു ലെതർ റാപ്പ് സ്റ്റിയറിംഗ് പിടിക്കാൻ അത്യാവശ്യം നല്ല ഒരു ഫീലൊക്കെ ഉണ്ട്. ഒരിത്തിരി ഉയർന്നിരിക്കുന്നു എന്നുള്ളൂ. നമ്മുടെ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാലും ഒരുപാട് താഴേക്കാക്കാൻ പറ്റും. അപ്പോൾ മഹീന്ദ്ര XUV പോലെ അല്ലെങ്കിൽ മഹീന്ദ്ര ബൊലേറോ ഒക്കെ പോലെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനൊരു ഇത്തിരി ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഗിയർ ഷിഫ്റ്റാണ് ഒരു ഇത്തിരി റബ്ബറി ആയിട്ടുള്ള കാര്യം. നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി എഫേർട്ട് ഉണ്ട്. ക്ലച്ച് വലിയ ഒരു ഹെവി അല്ല, പക്ഷേ ക്ലച്ചിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാല് മുട്ട് ഉയർന്നു നിൽക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടാൻ ഇത്തിരി എഫേർട്ട് എടുക്കേണ്ടി വരും. പിന്നെ ബ്രേക്കൊക്കെ നല്ല ഫീലുള്ള ബ്രേക്കാണ്, ചവിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 15 ഇഞ്ച് വീലാണ്, അത്യാവശ്യം നല്ല പ്ലഷ് റൈഡൊക്കെ ഈ വണ്ടിക്കുണ്ട്. ഇപ്പോൾ ഇതിന് ഈ വണ്ടിക്ക് ഫാബ്രിക് സീറ്റുകളാണെന്നുള്ളത് എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ആ ഒരു ഫാബ്രിക് സീറ്റ് ഇത്രയും വർഷങ്ങളായിട്ടും സോയിലായിട്ടില്ല, പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഗുണമാണ്. നല്ല ഒരു പുതുമ ഈ വണ്ടിക്ക് ഇപ്പോഴും ഉണ്ട്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ബൈ ദ വേ. ഇത് വാങ്ങിയിട്ട് ഇതുവരെ എന്താ പറയുക വിറ്റിട്ടൊന്നുമില്ല. ഒറ്റ ആളുടെ കയ്യിലിരിക്കുന്ന ഒരു പുതിയ വണ്ടി വാങ്ങിയിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മൾ ഓടിക്കുന്നത്. പിന്നെ ഫിയറ്റ് പുണ്ടോയുടെ ഒരു ബെനിഫിറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്തെ ബെനിഫിറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വലിയ സീനൊന്നുമില്ല. മൾട്ടിജെറ്റ് പൊതുവേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിറ്റുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പോൾ മിററിൻ്റെ കവർ, അതല്ലെങ്കിൽ ടെയിൽ ലാമ്പിൻ്റെ ഒരു ലൈറ്റുകളുടെ അവസ്ഥ, ബൾബല്ല ഞാൻ പറയുന്നത്, ആ ഒരു പുറത്തെ കവറൊക്കെ, അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാൻ ഒത്തിരി സോഴ്സ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും എൻജിൻ ഭാഗത്ത് തീരെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫൈൻഡ് ചെയ്യാന്നുള്ള ഒരു ഗുണമുണ്ട്. നമുക്ക് ഈസിലി കൊണ്ടുനടക്കാൻ പറ്റും. അതുമാത്രമല്ല 1,10,000 രൂപ മുതലൊക്കെ നമുക്ക് ആ ഒരു പെട്രോൾ മോഡൽ കിട്ടാനുണ്ടെങ്കിലും ഡീസലിന് ഒരു 1.5 ലക്ഷം രൂപ മുതൽ അങ്ങോട്ടാണ് കിട്ടുക. നല്ല വണ്ടി കിട്ടുക. ഇപ്പോൾ ഒരു 1.5 ലക്ഷം വരെ കിലോമീറ്റർ ഓടിയ വണ്ടി എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഗുണമാണ്. കാരണം നമുക്ക് ഈ മൾട്ടിജെറ്റിൻ്റെ ആ ഒരു കാര്യങ്ങൾ അറിയാം. ഇതിന് ടൈമിംഗ് ചെയിനൊക്കെ മാറിയത് കറക്റ്റായിട്ടാണെങ്കിൽ ഈ വണ്ടി കിലോമീറ്റേഴ്സ് കിടന്ന് ഓടിക്കോളും. ശരിക്കും ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. വലിയ തലവേദന ഇല്ലാത്ത ഒരു എഞ്ചിനാണ്, വലിയ പ്രശ്നങ്ങളില്ലാത്ത എഞ്ചിനാണ്. നമുക്ക് ബുള്ളറ്റ് പ്രൂഫ് എന്നൊക്കെ നിസ്സംശയം വിളിക്കാവുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഫിയറ്റിൻ്റെ ഒരു മൾട്ടിജെറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 5 വണ്ടികളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അട്രാക്ഷൻ ഇല്ലാത്തൊരു വണ്ടി പ്രീമിയം റിയോ ആണ്.
ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കിട്ടിയ വണ്ടി സ്വിഫ്റ്റാണ്. പിന്നെ മാരുതിയുടെ സ്വന്തമായിട്ടൊരു എഞ്ചിൻ എർട്ടിഗയിലും അല്ലെങ്കിൽ സിയാസിലും ഒക്കെ പരീക്ഷിച്ചെങ്കിലും ബാക്കിയുള്ള വണ്ടികളിലൊക്കെ തന്നെയും ഈ ഒരു മൾട്ടിജെറ്റ് തന്നെയാണ് ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ തീർത്തും ഈ ഒരു എഞ്ചിൻ്റെ ഗുണമായിട്ട് കാണാം. ഗിയർ ഷിഫ്റ്റ് വീണ്ടും ഒരു ബുദ്ധിമുട്ട് തോന്നി, പക്ഷേ കുഴപ്പമില്ല. ഇപ്പോൾ ഹൈറോവേ മാത്രം സൗണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. തീർത്തും സോൾഡ് ആയിട്ടൊരു വണ്ടിയാണത്. ഇതിനകത്തേക്ക് സൗണ്ടോ ലഹളയൊന്നും കാര്യമായിട്ട് വരില്ല. റാറ്റ്ലിംഗ് ഒന്നും ബാധിക്കാത്തൊരു വണ്ടിയാണെന്ന് കൂടി പറയാം. കാരണം 1.5 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ചായിട്ടും റാറ്റ്ലിംഗ് ഒന്നും ബാധിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ വണ്ടിയുടെ ക്വാളിറ്റിയും മനസ്സിലാവുമല്ലോ. ശരിക്കും കുറച്ച് അധിക കാലം യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി അന്ന് ഫിയറ്റ് പുണ്ടോ എടുത്ത ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് ഗുണമെന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡീസൽ വേണം. എന്നാൽ പുതിയ വണ്ടി വാങ്ങുന്ന അത്ര പൈസ സ്പെൻഡ് ചെയ്യേണ്ട, വളരെ കുറഞ്ഞ ചിലവിൽ ഓടിക്കാൻ പറ്റിയൊരു വണ്ടി കിട്ടണമെങ്കിൽ ഫിയറ്റ് പുണ്ടോ, ഗ്രാൻഡ് പുണ്ടോ ഒരു നല്ല ഓപ്ഷനാണെന്ന് തോന്നി. അത്യാവശ്യം ബാർഗൈനൊക്കെ ചെയ്തൊരു 1.25 ലക്ഷം രൂപയ്ക്കൊക്കെ വണ്ടി കിട്ടുകയാണെങ്കിൽ കൊണ്ടുനടക്കാൻ വളരെ ഈസി ആയിട്ട് വണ്ടി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ രത്നം ചുരുക്കം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് 22 ശരിക്കും ഹൈവേയിൽ കിട്ടാറുണ്ട്. ഇപ്പോൾ സിറ്റിയിൽ ഓടിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു 17-18 ഇപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്, അതും ഒരു ഗുണമാണ്. ആകെയുള്ള ഒരു ചെറിയ പ്രശ്നം ഇന്നത്തെ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എർഗണോമിക്കലി അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളൂ. എന്നാലും ആ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള വണ്ടി എന്ന നിലയ്ക്ക്, വാല്യൂ ഫോർ മണി യൂസുകാർ എന്ന നിലയ്ക്ക് ഈ ഒരു ഗ്രാൻഡ് പുണ്ടോയെ കാണാം, ഡീസലിനെ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.